ബഹുമാന്യരും സ്നേഹമുള്ളവരുമായ യാത്രക്കാരെ, അല്പസമയം നിങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് വിശുദ്ധ ബൈബിളിലെ ചില വാക്യങ്ങൾ ഈ സന്ധ്യാസമയത്ത് നിങ്ങളെ ഓരോരുത്തരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അറിയിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം പറയുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് അവിടെ യേശു കർത്താവ് പറയുകയാണ്. ഈ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായവരെ പറ്റി ഇപ്രകാരം പറയുവാനുള്ള കാരണം, അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്രകാരം. നമ്മുടെ രാജ്യത്തിലെ ലോകത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഏറ്റവും അധികം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മനുഷ്യരാണ്, കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുന്നവർ. എന്നാൽ അവരുടെയൊക്കെയും ദൈനംദിന ജീവിതത്തിൽ അവരുടെ ആവശ്യങ്ങളെല്ലാം നിറവേറുവാനുള്ള യാതൊരു വരുമാനവും അവർക്കില്ല. അപ്രകാരം ഒരവസ്ഥയിൽ കൂടി ഇത്രയും കാലം ജീവിച്ച് കഠിനാധ്വാനം ചെയ്യുകയും അതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും ചെയ്തെടുക്കുവാൻ സാധ്യമല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ കഠിനാധ്വാനവും ഭാരം ചുമന്നുകൊണ്ടുള്ള ജീവിതയാത്രയെയും കണ്ടുകൊണ്ട് യേശു കർത്താവ് പറയുകയാണ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുത്ത് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. കാരണം ശാസ്ത്രീയമായ രീതിയിൽ വിലയിരുത്തുമ്പോൾ പാടത്താണെങ്കിലും പറമ്പിലാണെങ്കിലും ഫാക്ടറികളിലാണെങ്കിലും ഓഫീസുകളിലാണെങ്കിലും ഒരു മനുഷ്യൻ്റെ അധ്വാന ശക്തിയില്ലാതെ ഇവിടെ ഒന്നും പ്രവർത്തിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നവരാണ്. അപ്പോൾ എവിടെ ജോലി ചെയ്തെന്നാലും ആ ജോലി മുഖാന്തരം ഉണ്ടാകുന്നതായ കാര്യങ്ങളെ നമുക്ക് പണം തരുന്ന അല്ലെങ്കിൽ കൂലി തരുന്നതായ ആ വ്യക്തി അതെല്ലാം സ്വരുക്കൂട്ടി മുതലാളി എന്ന കമ്പോളത്തിൽ കൊണ്ടുപോയി വിൽക്കുമ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന ഒരു മൂലധനമുണ്ട്. ആ മൂലധനത്തെ അദ്ദേഹം മുടക്കിയിരിക്കുന്ന പൈസയുടെ പലിശ, അദ്ദേഹത്തിൻ്റെ ഫാക്ടറിയിലെ ഉപകരണങ്ങൾ തേഞ്ഞു പോകുന്നതിൻ്റെ പൈസ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ളവരുടെ വസ്ത്രം, ഭക്ഷണം, മരുന്ന്, അതുപോലെ തന്നെ സ്കൂൾ കുട്ടികളുടെ അവരുടെ വിദ്യാഭ്യാസം, സകല കാര്യത്തിനും ഈ പണം എടുത്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഭൂമിയിലാണെങ്കിലും വാടകയ്ക്കാണെങ്കിലും അതിൽ നിന്ന് അതും എടുത്തതിന് ശേഷം ഉള്ളതിൻ്റെ ഒരംശം മാത്രമാണ് ഈ തൊഴിലാളിക്ക് അദ്ദേഹം നൽകുന്നത്. അപ്പം തൊഴിലാളിയോട് സ്നേഹം കുറഞ്ഞത് കൊണ്ടല്ല, തൊഴിലാളിയോട് സ്നേഹമുണ്ട്. പക്ഷേ തൊഴിലാളിക്ക് കൂടുതൽ പണം കൊടുത്തെന്നാൽ തൊഴിലാളി എന്നും ജോലി ചെയ്യുകയില്ല. ആഴ്ചയിൽ 3 ദിവസം ജോലി ചെയ്യുകയും 3 ദിവസം വിശ്രമിക്കുകയും ചെയ്യുമ്പോൾ മുതലാളിയുടെ ഫാക്ടറികളിൽ അല്ലെങ്കിൽ പറമ്പിൽ, പാടത്ത് ഉൽപ്പാദനം കുറയും. ഉൽപ്പാദനം കുറയാതിരിക്കുവാൻ വേണ്ടി തൊഴിലാളി നിർബന്ധിതനാകുവാണ് എന്നും ജോലി ചെയ്യുവാൻ. അപ്പോൾ എന്നും ജോലി ചെയ്യണമെങ്കിൽ വ്യവസ്ഥിതി അനുസരിച്ച് കാലഘട്ടങ്ങളുടെ മാറ്റം കണ്ടുകൊണ്ട് നിത്യോപയോഗ സാധനങ്ങളുടെ വിലയെയൊക്കെയും മനസ്സറിഞ്ഞുകൊണ്ട് തൊഴിലാളിക്ക് ഒരു ദിവസത്തേക്കുള്ള മാത്രം വേതനമേ മുതലാളി കൊടുക്കുകയുള്ളൂ. അതിപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഇതിനു മുൻപും സംഭവിച്ചു കൊണ്ടിരുന്നത് കൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. അപ്പോൾ മറ്റാർക്കും അവരെ ആശ്വസിപ്പിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇവിടെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുവാനിടയായിട്ടുണ്ട്. അതാണ് ഇവിടെ യെശയ്യാ പ്രവചനം 26-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം പറയുന്നത്,
നിന്നിൽ മനസ്സുറപ്പിച്ചിരിക്കുന്നവനെ നീ സുവർണ സമാധാനത്തിൽ അല്ലെങ്കിൽ സമ്പൂർണമായ സമാധാനത്തിൽ സംരക്ഷിക്കുന്നു, എന്നാൽ അവൻ നിന്നിൽ വിശ്വസിക്കുന്നു എന്ന്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടതകൾ ആരും മാറ്റിത്തരുകയില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ തീർച്ചയായും ദൈവം നമ്മുടെ കഷ്ടതകളെ എന്നേക്കുമായി നീക്കിത്തരും. ദൈവത്തിൻ്റെ സമാധാനം, ദൈവത്തിൽ നമുക്കുള്ള വിശ്വാസമനുസരിച്ച് ദൈവം നമ്മളെ സഹായിക്കും, ആശ്വസിപ്പിക്കുകയും ചെയ്യും എന്നാണ് യേശു കർത്താവ് പറയുവാൻ ഇടയായി തീർന്നു. ഏതൊരു മനുഷ്യനെയും ആശ്വസിപ്പിക്കും, അല്ലാതെ ഒരു മനുഷ്യനെയല്ല. ജീവിതത്തിൽ ഭാരങ്ങളും പ്രയാസങ്ങളും ചുമന്നുകൊണ്ട് മറ്റാരും സഹായിക്കുവാനില്ലാതെ പ്രത്യാശയില്ലാത്തവരായി ജീവിക്കുന്ന ജനതയോടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ എൻ്റെ അടുത്ത് വരുവാൻ. അതാണ് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത്. നമ്മെ സഹായിക്കുവാനും നമ്മെ സ്നേഹിക്കുവാനും നല്ല മാർഗങ്ങളിൽ കൂടി നമ്മെ നടത്തുവാനൊക്കെയും ദൈവത്തിന് കഴിയും. ദൈവം നടത്തുന്ന വഴികൾ ഏറ്റവും ശ്രേഷ്ഠവും നമുക്ക് സുരക്ഷിതവുമായിരിക്കും. ആ വഴികളിൽ കൂടി നാം യാത്ര ചെയ്തെന്നാൽ ഒരിക്കലും നാം നശിച്ചു പോകുകയില്ല, ഇടയിൽ വെച്ച് നാം വീണു പോകുകയില്ല, ഭാരങ്ങളൊന്നും നമ്മളെ തളർത്തിക്കളയുകയില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതാണ് യേശു പറഞ്ഞത്, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ എന്ന്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിനെന്ന് യോഹന്നാൻ 14:1 പറയുകയാണ്. അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുകയും യേശു കർത്താവിൽ നാം ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെയും നാം അനുഭവിച്ചിരുന്നതായ വേദനകൾ ആരും സഹായിക്കുവാനില്ലാതെ നാം ഭാരവും ചുമന്നുകൊണ്ട് ക്ഷീണിച്ചിരുന്ന അവസ്ഥകളെയൊക്കെയും നാം ഓർക്കുകയല്ല. അതിൽ നിന്നൊക്കെയും നമുക്ക് മോചനം ലഭിച്ചപ്പോൾ ആ മോചനം തന്ന യേശുക്രിസ്തുവിൽ നാം ഏറ്റവും അധികം വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് മനുഷ്യന് കിട്ടുന്ന ആശ്വാസം ദൈവത്തിൽ നിന്ന്. അതാണ് ചന്ദ്രരോഗം പിടിച്ച ഒരു ചെറുക്കൻ, അവൻ്റെ പിതാവ് അവനൊരു വലിയ ഭാരമായിരുന്നു. കാരണം പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി അവന് ചികിത്സ നടത്തിയിട്ടും എങ്ങും അവന് സൗഖ്യം ലഭിച്ചില്ല. ഒടുവിൽ അവരെ യേശുവിൻ്റെ ശിഷ്യന്മാരുടെ അടുത്ത് ആ പിതാവ് മകനെ കൊണ്ടുവന്നപ്പോൾ അവർക്കും അതിന് കഴിഞ്ഞില്ല. അവിടെ നിന്ന് യേശുവിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ യേശു പറഞ്ഞത്, അവിശ്വാസം നിമിത്തം മാത്രമാണ് ആ ചെറുപ്പക്കാരൻ്റെ രോഗം നിങ്ങൾക്ക് സൗഖ്യമാക്കുവാൻ കഴിയാതിരുന്നത്. എത്രത്തോളം ഞാൻ നിങ്ങളെ സഹിക്കും എന്നായിരുന്നു യേശു ശിഷ്യന്മാരോട് ചോദിച്ചത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ യേശുവിൽ നമുക്ക് ഉറപ്പുള്ള വിശ്വാസമുണ്ടെങ്കിൽ നാം ഏത് പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടിയാണെങ്കിലും കടന്നു പോകുന്നത്, നമ്മുടെ മനസ്സിനെ എത്ര കണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പോരാട്ടങ്ങൾ ഉണ്ടായെന്നാലും തകർച്ചകൾ സംഭവിച്ചെന്നാലും ഇനി ഒരിക്കലും നാം ഉയരുകയില്ല എന്ന് നാം തന്നെ അല്ലെങ്കിൽ മറ്റുള്ളവരൊരു വിധി എഴുതിയാലും യേശു കർത്താവിൻ്റെ അടുത്ത് നാം ചെല്ലുന്നുവെങ്കിൽ തീർച്ചയായും കർത്താവ് നമ്മളെ സഹായിക്കും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അതിനാണ് യേശു കർത്താവിൽ നാം വിശ്വസിക്കുക എന്ന് പറയുവാൻ ഇടയായി തീർന്നത് എന്ന് തിരുവചനം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവന് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹവും ഏറ്റവും വലിയ സമാധാനവുമാണ് യേശുക്രിസ്തുവിലുള്ള മനുഷ്യരുടെ വിശ്വാസം. ആ വിശ്വാസം നമ്മളെ ഇവിടെ മാത്രമല്ല രക്ഷിക്കുന്നത്, ഇവിടെ മനുഷ്യൻ്റെ ശരീരം മാത്രമാണ് നശിച്ചു പോകുന്നത്. എന്നാൽ മനുഷ്യൻ്റെ ആത്മാവോ അത് സൃഷ്ടിച്ച ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു പോകും. അതൊരിക്കൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കേണ്ടി വരും. അന്ന് പ്രിയമുള്ളവരെ, നമ്മളും അവസാനമില്ലാത്ത ജീവിതം ദൈവത്തോടു കൂടെ വസിക്കണമെങ്കിൽ ഈ 70 അല്ലെങ്കിൽ 80 എന്ന ഈ ചെറിയ കാലഘട്ടം അത് ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ കഷ്ടതകളും പ്രയാസങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ നിറഞ്ഞതാണ്. എന്നാൽ ദൈവത്തോടു കൂടെയുള്ള വാസമോ അത് എപ്പോഴും നല്ല സമാധാനമായിരിക്കും, അതിനവസാനമില്ലാത്തതുമായിരിക്കും. ആ ജീവിതത്തിലേക്ക് നാം പ്രവേശിക്കണമെങ്കിൽ നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി മരിച്ച യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇപ്പോഴിവിടെ അവസാനിപ്പിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവോ നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഭാരങ്ങളും
നിങ്ങളുടെ പ്രയാസങ്ങളുമായി നിങ്ങൾ യേശുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുവെങ്കിൽ തീർച്ചയായും യേശു നിങ്ങളെ സമാധാനിപ്പിക്കും. ആ സമാധാനം മനുഷ്യൻ തരുന്നത് പോലെയല്ല, അത് ദൈവം തന്നതാകയാൽ നമ്മുടെ ജീവിതത്തിൽ എന്നേക്കും തലമുറയോളം പ്രിയമുള്ളവര് അത് കൈമാറിക്കൊണ്ടിരിക്കും. അതാണ് ദൈവം തരുന്ന സമാധാനവും സന്തോഷവും ദൈവത്തിൻ്റെ സ്നേഹവും. അതനുഭവിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഇപ്പോഴിവിടെ അവസാനിപ്പിക്കുന്നു.